നമുക്ക് ആൽമണ്ട് കൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒത്തിരി മധുരമൊന്നുമില്ലാത്ത എന്നാൽ ഒരു പ്രത്യേക നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. നമുക്കതിനായിട്ട് കുറച്ച് ആൽമണ്ട് എടുത്ത് നന്നായിട്ട് പൊടിച്ച് നമുക്കതെടുക്കാം. അത് പൊടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു നനവ് പോലെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒത്തിരി നന്നായിട്ട് കളർ മാറും അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്കിതിനായിട്ട് 2 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അതിന് നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് പൊടിച്ച പഞ്ചസാര 2 കപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ അളവ് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ആൽമണ്ട് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ അല്ലെ കൊക്കോ പൗഡർ നമുക്കതും കൂടി ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതെല്ലാം നല്ല സ്മൂത്തായിട്ടുള്ളൊരു പൗഡറാണ് വേണ്ടത്. അതിനകത്ത് തരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അരിച്ച് മാറ്റാം. നമ്മളിതിനകത്ത് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ഈ തരി എടുക്കേണ്ടത് നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ടയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് പതുക്കെ പൊങ്ങി വരുമ്പോഴത്തേക്കും ബീറ്റ് ചെയ്ത് പതുക്കെ ഒരു പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ പൊടിച്ച 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആൽമണ്ട് പൗഡറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ഈ എഗ് വൈറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ള എഗ് വൈറ്റ് നല്ല തിക്കായിട്ട് വരും. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരം എങ്കിലും ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ടും പഞ്ചസാരയും കൂടിയുള്ള പൊടി ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്ക് ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു സ്പാച്ചില അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ കഴിയുമെങ്കിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ നമുക്ക് നല്ലൊരു പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആയിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അതിൻ്റെ വെള്ളം കൂടിപ്പോവുക എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടത്തില്ല. നമുക്കിനി ഇതൊരു പേസ്ട്രി ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പേസ്ട്രി ബാഗ് ഇല്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെയ്താൽ മതി. ഒരു കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് നമുക്കൊരു കോൺ ഷേപ്പിലാക്കിയ ശേഷം അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫിൽറ്റർ പേപ്പറിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാൽ മതിയാവും.
ഫിൽറ്റർ പേപ്പർ ഞാൻ ഓയിൽ ബട്ടർ ഒന്നും തേക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് നല്ല ഈസി ആയിട്ട് വിട്ടുപോയി. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ പുറത്ത് വെച്ച ശേഷം മാത്രമാണ് ഓവനിലേക്ക് വെക്കേണ്ടത്. ഇത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 to 20 മിനിറ്റ്സ് നേരമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. നല്ലതായിട്ട് തൊട്ടാൽ പൊടിയുന്ന പോലെ നല്ല ഇതാണ്. ഇത് കുട്ടികളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.